ഒരു വാക്സിനിലൂടെ ക്യാൻസറിനെ അതിജീവിക്കാനാകുമോ? ക്യാൻസറുമായി പൊരുതുന്ന ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പ്രതീക്ഷയുമായി റഷ്യയുടെ mRNA അധിഷ്ഠിത വാക്സിനായ എൻഡറോമിക്സ് പരീക്ഷണങ്ങളിൽ വിജയിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രാരംഭഘട്ട ക്ലിനിക്കൽ ട്രയലുകളിൽ ഇത് മികച്ച ഫലങ്ങൾ കാണിച്ചതായാണ് റഷ്യൻ അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. വൻകുടലിലെ ക്യാൻസർ രോഗികളിലാണ് ആദ്യഘട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടത്തിയത്. ഇതിനു പുറമെ മസ്തിഷ്ക ക്യാൻസർ, ചർമ്മത്തിലെ ക്യാൻസർ തുടങ്ങിയ മറ്റുതരം ക്യാൻസറുകൾക്കുള്ള വാക്സിനുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ക്ലിനിക്കൽ ട്രയലുകളിൽ പങ്കെടുത്ത 48 രോഗികളിൽ ട്യൂമറുകളുടെ വളർച്ച 60% മുതൽ 80% വരെ കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില കേസുകളിൽ ട്യൂമറുകൾ പൂർണ്ണമായും നശിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം ഒരു വാക്സിന് ക്യാൻസറിനെ അതിജീവിക്കാനാകും എന്ന് പറയാനാകുമോ? ഒരു പുതിയ ചികിത്സാ രീതിയുടെ ഗവേഷണം ആരംഭിക്കുന്നതിന്റെ ആദ്യഘട്ടം പ്രീ ക്ലിനിക്കൽ ട്രയൽസ് ആണ്. ഇവിടെ നിന്ന് മരുന്ന് കോശങ്ങളിലും മൃഗങ്ങളിലും പരീക്ഷിച്ച് അതിന്റെ പ്രാഥമിക സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്തുകയാണ്. ഇവിടെ നിന്നും മരുന്ന് മനുഷ്യനിൽ ഉപയോഗപ്രദമാണോ എന്നറിയാൻ വീണ്ടും 3 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ കുറച്ച് രോഗികളിൽ 20 മുതൽ 100 വരെയുള്ള രോഗികളിൽ പരീക്ഷണം നടത്തും. വാക്സിൻ മനുഷ്യ ശരീരത്തിൽ സുരക്ഷിതമാണോ, ദോഷകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. ഈ ഘട്ടത്തിലാണ് എൻഡറോമിക് വാക്സിൻ 48 വളണ്ടിയർമാരിൽ നടത്തിയ പരീക്ഷണത്തിൽ 100% സുരക്ഷിതത്വം അവകാശപ്പെടുന്നത്. എൻഡറോമിക് വാക്സിൻ 48 വളണ്ടിയർമാരിൽ നടത്തിയ പരീക്ഷണത്തിൽ 100% സുരക്ഷിതത്വം അവകാശപ്പെടുന്നത് ഈ ഘട്ടത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രണ്ടാം ഘട്ടം 100-ലധികം ആളുകളിൽ വാക്സിൻ ഉപയോഗിച്ച് ഫലപ്രാപ്തി വിലയിരുത്തും. ഈ ഘട്ടവും വിജയകരമായി പൂർത്തിയായാൽ ആയിരക്കണക്കിന് ആളുകളിൽ ഇത് പ്രയോഗിക്കും. ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ടതുമായ ഘട്ടമാണിത്. ഒരു വിഭാഗം രോഗികൾക്ക് പുതിയ വാക്സിൻ നൽകുകയും മറ്റൊരു വിഭാഗത്തിന് നിലവിലെ മികച്ച ചികിത്സാ രീതി നൽകുകയും ചെയ്യും. 2 വിഭാഗത്തെയും താരതമ്യം ചെയ്ത് പുതിയ വാക്സിൻ നിലവിലുള്ള ചികിത്സയേക്കാൾ എത്രത്തോളം മെച്ചപ്പെട്ടതാണെന്ന് വിലയിരുത്തും. ഈ പഠനം പൂർത്തിയാക്കാൻ ഏകദേശം 10 വർഷം വരെ സമയമെടുത്തേക്കാം. ക്യാൻസർ മാരകമായ രോഗമാണെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ അതിജീവിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിലൊന്നും ക്യാൻസറാണ്. എന്നിരുന്നാലും ഒരു വിഭാഗം ആളുകൾക്ക് ഇന്നും ജീവനും ജീവിതവും നഷ്ടമാകുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ചികിത്സാ രംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കമിടുകയാണ് എൻഡറോമിക് വാക്സിൻ.